Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1930. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുന്നു. 12 കോടിയുടെ പുതിയ പ്ലാന്റ് നിർമ്മിക്കാൻ അനുമതി. പ്ലാന്റ് നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് ആശ്വാസം. നെല്ലിയാട് വയലിൽ നെൽകൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ തുരത്താൻ കർഷക രക്ഷാസേന പ്രവർത്തകർ. കൂടുതലിടങ്ങളിൽ സമാന നടപടി സ്വീകരിക്കും. PMAY ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി. പയ്യന്നൂർ നഗരസഭ 666 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും ഗുണഭോക്തൃ സംഗമവും സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ KV ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. P. ഭാസ്കരന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ 100 പാട്ടുകൾക്ക് ചിത്രഭാഷ്യമൊരുക്കി പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കൂക്കാനം. കേരളത്തിലെമ്പാടും നടത്തുന്ന എക്സിബിഷനിൽ ആദ്യത്തേത് മാർച്ച് 28-ന് കോഴിക്കോട് ലളിതകലാ ആർട്ട് ഗാലറിയിൽ. വാർത്തകൾ വിശദമായി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുന്നു. 12 കോടിയുടെ പുതിയ പ്ലാന്റ് നിർമ്മിക്കാൻ അനുമതിയായി. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുത്തിയാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് കീഴിൽ 12 കോടി രൂപ ചെലവിലാണ് അത്യാധുനിക ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രാഥമിക നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. 27 വർഷം മുൻപ് സ്ഥാപിച്ച ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിരന്തരമായി പണിമുടക്കുകയും പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ സ്ഥല സൗകര്യം പരിമിതമാവുകയും ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. മലവും മൂത്രവും കലർന്ന മലിനജലം റോഡിലേക്കും പരിസരത്തെ തോടുകളിലേക്ക് ഒഴുകി എത്തുന്നതിനെതിരെ നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ച പ്രക്ഷോഭത്തിലാണ്. ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന പൈപ്പുകൾ അടഞ്ഞത് കാരണം കഴിഞ്ഞ ദിവസവും ഇവിടെ മലിനജലം ഒഴുകി റോഡിലെത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളെ എത്തിച്ചു നടത്തിയ ശ്രമങ്ങൾ വിഫലമായതോടെ കൂറ്റൻ പൈപ്പുകൾ JCB ഉപയോഗിച്ച് പൊളിച്ചാണ് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. സാനിറ്ററി നാപ്കിനും മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ഉൾപ്പെടെ കെട്ടിക്കിടന്നാണ് പൈപ്പുകൾ അടഞ്ഞത്. രോഗികളും കൂട്ടിരിപ്പുകാരും ഇത്തരത്തിലുള്ള സാധനങ്ങൾ ശുചിമുറികളിൽ നിക്ഷേപിക്കുന്നത് കാരണമാണ് പൈപ്പുകൾ അടഞ്ഞു പോകുന്നതെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയാൻ വേണ്ട നടപടികൾക്ക് മെഡിക്കൽ കോളേജ് അധികൃതർ രൂപം നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന് പിറകിൽ കടന്നപ്പള്ളി റോഡിനോട് ചേർന്നാണ് പുതിയ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആരംഭിക്കുന്നത്. സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള മലിനജലം കൂടി ശുചീകരിക്കാനുള്ള സൗകര്യം കൂടി ഈ പ്ലാന്റിൽ ഉണ്ടാകും. 1 വർഷത്തിനകം പുതിയ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിയാട് വയലിൽ നെൽകൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ തുരത്താൻ വേണ്ടി കർഷക രക്ഷാസേന പ്രവർത്തകർ ഇറങ്ങി. തുടർന്ന് ഇവർ പന്നികളെ തിരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കിയത് കർഷകർക്ക് വൻ ആശ്വാസമാണ് നൽകുന്നത്. കഴിഞ്ഞ 1 വർഷക്കാലമായി കണ്ണൂർ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ജനങ്ങളുടെ ജീവനും കൃഷിക്കും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന കാട്ടുപന്നികളെ പരിചയസമ്പന്നരായ ഷൂട്ടർമാരുടെയും വേട്ടനായ്ക്കളുടെയും സഹായത്തോടെ തിരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കി കർഷകർക്ക് താങ്ങും തണലുമായി നിൽക്കുന്നവരാണ് കർഷക രക്ഷാസേന. കർഷകർക്ക് ദ്രോഹമാകുന്ന കാട്ടുപന്നികളെ ഇല്ലാതാക്കണമെങ്കിൽ പഞ്ചായത്തായാലും നഗരസഭയായാലും ഭരണസമിതി തീരുമാനമെടുത്താണ് കർഷക രക്ഷാസേനയെ ഇവിടങ്ങളിലേക്ക് നിയോഗിക്കുന്നത്.
വിദഗ്ധ ഷൂട്ടർമാർ ഉൾപ്പെടെ 25ഓളം ആൾക്കാർ ഉൾപ്പെട്ടതാണ് കർഷക രക്ഷാസേന. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. PMAY ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി പയ്യന്നൂർ നഗരസഭ 666 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും ഗുണഭോക്തൃ സംഗമവും സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഭവനരഹിതരില്ലാത്ത പയ്യന്നൂർ എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നഗരസഭ നടപ്പിലാക്കി വരുന്ന പദ്ധതിയിലൂടെ 12 ഘട്ടങ്ങളിലായി 824 ഗുണഭോക്താക്കളെയാണ് തിരഞ്ഞെടുത്തത്. ഇതിൽ 666 ഗുണഭോക്താക്കളുടെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇതിന്റെ പ്രഖ്യാപനമാണ് നഗരസഭാ ഹാളിൽ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചത്. ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം ഡിസംബർ മാസത്തോടുകൂടി പൂർത്തീകരിച്ച് സമ്പൂർണ്ണ പ്രഖ്യാപനം നടത്താൻ കഴിയുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. ഫണ്ടിന്റെ ലഭ്യതക്കനുസരിച്ച് നമ്മൾ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും മൊത്തം 824 ഗുണഭോക്താക്കളാണ് പയ്യന്നൂർ നഗരസഭയിൽ PMAY ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോഴുള്ളത്. അതിൽ 666 വീടുകളും പണി പൂർത്തീകരിച്ച് അതിൽ താമസം തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള വീടുകൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയും ചില വീടുകൾ എഗ്രിമെൻ്റ് ഇപ്പോഴും വെക്കാത്ത നിലയും ഒക്കെ തന്നെ ഉണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഗവൺമെൻറ് തലത്തിലുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത്. പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ബാലൻ അധ്യക്ഷനായി. PMAY SDS അഷ്ന ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചുരുങ്ങിയ ചെലവിൽ ഭവന നിർമ്മാണം എന്ന വിഷയത്തിൽ കിരൺ K. നായർ ക്ലാസ് എടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C. ജയ, T. വിശ്വനാഥൻ, VV സജിത, കൗൺസിലർമാരായ B. കൃഷ്ണൻ, K. ചന്ദ്രിക, T. ദാക്ഷായണി, CDS ചെയർപേഴ്സൺ PP ലീല, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, മെമ്പർ സെക്രട്ടറി PK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുണ്യ റമദാനിലെ ആദ്യ വെള്ളിയിൽ പ്രാർത്ഥനാനിരതരായി വിശ്വാസി സമൂഹം. പ്രത്യേകതകൾ ഏറെയുള്ള ആദ്യ വെള്ളി പാവപ്പെട്ട വിശ്വാസികളുടെ ഹജ്ജിനോളം പ്രാധാന്യമുണ്ട്. റമദാൻ മാസപ്പിറവി കണ്ടതോടെ ഇസ്ലാം മത വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ പുണ്യകാലമാണ്. അന്നപാനീയങ്ങൾ മാത്രമല്ല, ലൗകികമായ എല്ലാ ആഗ്രഹങ്ങളും ത്യജിച്ച് ഒരു മാസക്കാലം ഇനി പ്രാർത്ഥന നിരതമാവും വിശ്വാസിയുടെ ജീവിതം. ഓരോ വീടും വിശ്വാസികളുടെ മനസ്സും ഇനി ഖുർആൻ പാരായണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിശുദ്ധിയാൽ നിറയും. പുണ്യ റമദാനിലെ ആദ്യ വെള്ളിയിൽ വിശ്വാസ സമൂഹം പ്രാർത്ഥനാ നിരതരായി. പയ്യന്നൂരിലും പരിസരങ്ങളിലുമുള്ള പള്ളികളിൽ ആയിരങ്ങൾ നമസ്കാരത്തിനായി എത്തിച്ചേർന്നു. ഏറെ പ്രാധാന്യമുള്ളതാണ് വിശ്വാസികൾക്ക് റമദാനിലെ ആദ്യ വെള്ളി. പാവപ്പെട്ട വിശ്വാസികളുടെ ഹജ്ജിനോളം പ്രാധാന്യം ആദ്യ വെള്ളിക്ക് ഉണ്ടെന്നാണ് വിശ്വാസമെന്ന് സമസ്ത കണ്ണൂർ ജില്ലാ മുഷാവിറ മെമ്പർ TV അഹമ്മദ് ദാരിമി പറഞ്ഞു. പുണ്യ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് വിശ്വാസികളുടെ മനസ്സിൽ ആഹ്ലാദവും സന്തോഷവും അതുപോലെ തന്നെ പാപമോചനത്തിനുള്ള പ്രതീക്ഷയും ഒരുമിച്ച് കൂടിയ പ്രഥമ വെള്ളിയാഴ്ച. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മസ്ജിദിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിൽ ഹജ്ജിനോളം പ്രാധാന്യമുള്ള പാവപ്പെട്ടവരുടെ ഹജ്ജ് എന്ന് പ്രഖ്യാപിച്ച വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച വിശ്വാസികൾ വ്രതത്തിലെ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മസ്ജിദിൽ ഒരുമിച്ച് കൂടുകയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. മറ്റ് ദിവസങ്ങളെക്കാൾ ഇസ്ലാമിൽ വെള്ളിയാഴ്ചക്ക് വലിയ പ്രത്യേകതകളുണ്ട്. ആ വെള്ളിയാഴ്ച ദിവസമാണ് പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും വിശപ്പിൻ്റെ വില ഒരുപോലെ തിരിച്ചറിഞ്ഞ് പരസ്പരം കരുണയും സഹായവും കൈമാറി അതുവരെയുള്ള ജീവിതത്തെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വഴിയിലേക്ക് നയിക്കുകയാണ് റമദാനിലൂടെ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. P. ഭാസ്കരന്റെ 100ാം ജന്മവാർഷിക ദിനത്തിൽ 100 പാട്ടുകൾക്ക് ചിത്രഭാഷ്യമൊരുക്കി പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കൂക്കാനം. കേരളത്തിലുടനീളം ഒരുക്കുന്ന എക്സിബിഷനിൽ ആദ്യത്തേത് മാർച്ച് 28-ന് കോഴിക്കോട് ലളിതകലാ ആർട്ട് ഗാലറിയിൽ നടക്കും.
മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച കവിയും ഗാനരചയിതാവുമായ പി ഭാസ്കരന്റെ 100ാം ജന്മവാർഷിക ദിനമാണ് 2024 ഏപ്രിൽ 21. 100ാം ജന്മവാർഷിക ദിനത്തിലേക്കായി പി ഭാസ്കരന്റെ തിരഞ്ഞെടുത്ത 100 ചലച്ചിത്ര ഗാനങ്ങൾക്ക് ചിത്രഭാഷ്യമൊരുക്കുകയാണ് സുരേന്ദ്രൻ കൂക്കാനം. ചിത്രങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ബാക്കിയുള്ളതിന്റെ അവസാന മിനുക്കുപണിയിലാണ് ഇദ്ദേഹം. ഗാനങ്ങൾ ചിത്രങ്ങളായി അവതരിക്കുമ്പോൾ ചലച്ചിത്രങ്ങളിൽ കണ്ട മുഖങ്ങളോ രൂപങ്ങളോ അല്ല പ്രത്യക്ഷപ്പെടുന്നത്. സ്വന്തം ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന രൂപങ്ങളും ബിംബങ്ങളും കടലാസിൽ ഉയർക്കൊള്ളുമ്പോൾ തീർച്ചയായും അതിന് മറ്റൊരു സ്വത്വം കൂടിയുണ്ട്. അത് പി ഭാസ്കരൻ എന്ന കലാകാരന് സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ സമർപ്പണം കൂടിയാണ്. കാരണം അദ്ദേഹം ഒരു സിനിമാ പാട്ടുകാരൻ മാത്രമല്ല, ഒരു കവിയാണ്. അതിനപ്പുറം ഒരു വിപ്ലവ കവി കൂടിയാണ്. നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കവിതകൾ എഴുതിയ ഒരാളാണ് പി ഭാസ്കരൻ മാഷ്. അപ്പോൾ ഈ 100ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ ഞാൻ മാഷുടെ 100 പാട്ടുകൾ കേട്ടിട്ട്, ഏറ്റവും സെലക്റ്റീവായ 100 പാട്ടുകൾ കേട്ടുകൊണ്ട് അതിന് 100 ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ വർഷം കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇത് എക്സിബിഷൻ ചെയ്യാനാണ് എൻ്റെ ഒരു പരിപാടി. അത് ആദ്യ എക്സിബിഷൻ ഈ വരുന്ന മാസം 28 മുതൽ മാഷുടെ 100ാം ജന്മവാർഷിക ദിനമായി 24 വരെ കോഴിക്കോട് ലളിതകലാ ഗാലറിയിൽ ഞാനത് പ്രദർശിപ്പിക്കുകയാണ്. ഗാനങ്ങളെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് മലയാളം ആ ഗൃഹാതുരത്വം പോകുന്ന മലയാളം ഭാസ്കരൻ മാഷ പോലുള്ള ഗാനരചയിതാവിൻ്റെ പാട്ടുകൾ ആസ്പദമാക്കിയിട്ട് ഞാൻ ഇത്ര 100ഓളം ചിത്രങ്ങൾ ചെയ്യുന്നത്. അത് മലയാളിക്ക് വലിയൊരു ഗൃഹാതുരത്വം തന്നെ സമ്മാനിക്കാൻ എനിക്ക് കഴിയും എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയിൽ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സംതൃപ്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുറത്തിറങ്ങാൻ വഴിയില്ലാതെ വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കഴിയുകയാണ് മെട്ടമ്മൽ സ്വദേശിയും ദിനേശ് ബീഡി തൊഴിലാളിയുമായിരുന്ന PV രാമചന്ദ്രനും ഭാര്യ പുഷ്പയും. സമീപവാസികൾ മതിൽ കെട്ടിയുയർത്തിയതോടെയാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ടാകുന്നത്. കൊയോങ്കരയിലുള്ള സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് PV രാമചന്ദ്രനും ഭാര്യ പുഷ്പയും. അപസ്മാര രോഗി കൂടിയായ രാമചന്ദ്രനും ഭാര്യയും മാത്രമുള്ള വീടിന് ചുറ്റും സമീപവാസികൾ മതിൽ കെട്ടി ഉയർത്തിയതോടെയാണ് ഈ കുടുംബം പുറം ലോകത്തെത്താൻ വഴിയില്ലാതെ പ്രയാസത്തിലായത്. വീടിൻ്റെ താങ്ങും തണലുമായിരുന്ന ഇവരുടെ മകൻ രോഗം ബാധിച്ച് മരണപ്പെട്ടതിൻ്റെ തീരാദുഃഖത്തിൽ കഴിയുന്ന ഈ കുടുംബത്തിന് വഴി ഇല്ലാതായത് പോലീസ്, പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, ജില്ലാ കളക്ടർ എന്നിവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരം മാത്രം ഉണ്ടായില്ല. 25-കാരനായ മകൻ രാഹുലിനെ ബാധിച്ച ബ്ലഡ് ക്യാൻസറിന് ചികിത്സിക്കാനാണ് ഇവർ മെട്ടമ്മലിലെ വീടും പറമ്പും വിറ്റത്. മകൻ നഷ്ടപ്പെട്ടതോടൊപ്പം വരുമാനമാർഗം അടഞ്ഞ കുടുംബത്തിന് അന്തിയുറങ്ങാൻ ഒരിടമില്ലാതായി. മകൾ രേഷ്മ വിവാഹിതയായി പോയതോടെ തീർത്തും ഒറ്റപ്പെട്ട കുടുംബത്തിൻ്റെ നിർധനാവസ്ഥ മനസ്സിലാക്കി മകൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ഭാര്യ പുഷ്പയുടെ അമ്മ നൽകിയ 5 സെൻറ്റ് സ്ഥലത്ത് 1 വർഷം മുമ്പാണ് ചെറിയൊരു വീട് വെച്ച് നൽകിയത്. കൊയോങ്കര ശ്രീ പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിന് പരിസരത്തായി വീട് നിർമ്മിക്കാനുള്ള എല്ലാ അസംസ്കൃത സാധനങ്ങളും അയൽപക്കക്കാരുടെ പറമ്പിലൂടെയാണ് എത്തിച്ചത്. പക്ഷേ നിർമ്മാണം പൂർത്തിയായതോടെ അയൽവാസികൾ ഒന്നൊന്നായി അതിർത്തിയിൽ മതിൽ കെട്ടി ഉയർത്തിയതോടെ ഇവർ പുറത്തിറങ്ങാൻ കഴിയാതെ കുടുങ്ങി. എടുത്തുന്ന വീടാണ്. അപ്പോൾ ഈ സാധനം ഇറക്കാൻ വേണ്ടിയിട്ട് അവർ വീട്ടിൽ പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇറക്കി കൊയ്യുന്നില്ല, ഇപ്പോൾ പ്രശ്നം മുമ്പേ കാണുന്നവരല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ സാധനവും മുറ്റത്തോളം കൊണ്ടുവന്നിട്ട് ഇറക്കിയതാണ്. ആടുന്ന കുടികൂടുന്നു എന്ന് പറയുന്ന ആ സമയമാകുമ്പോഴാണ് ഇങ്ങനെ എല്ലാവരും കെട്ടിമുട്ടിച്ചത് 4 ഭാഗം. അപസ്മാര രോഗിയായ രാമചന്ദ്രന് ഏതാനും ദിവസം മുൻപ് രോഗം മൂർച്ഛിച്ചപ്പോൾ 3-4 പേർ ചേർന്ന് എടുത്ത് ഏറെ സാഹസപ്പെട്ട് മതിൽ കടത്തിയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. വല്ലപ്പോഴുമായി ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ഭാര്യയ്ക്ക് ലഭിക്കുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് ഭർത്താവിൻ്റെ ചികിത്സയും നിത്യവൃത്തിയും കഴിയുന്നത്. ഇത്തരം ദുരിതങ്ങൾ പേറി കഴിയുന്ന ദമ്പതികൾ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും പഞ്ചായത്ത് അടക്കമുള്ള സർക്കാർ അധികാര കേന്ദ്രങ്ങളിലും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് കലക്ടറുടെ ഓഫീസിൽ നിന്നടക്കം അന്വേഷണത്തിനെത്തി. ഒരു വഴി വേണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യം ബോധ്യപ്പെട്ടുവെങ്കിലും അതിനൊരു പോംവഴി കണ്ടെത്താൻ കഴിയാതെ കൈമലർത്തുകയാണ് ബന്ധപ്പെട്ടവർ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മുത്തപ്പന്റെ അനുഗ്രഹം തേടി കണ്ണപുരം റെയിൽവേ മുത്തപ്പൻ ക്ഷേത്ര നടയിലെത്തി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ പര്യടനത്തിനിടെയാണ് മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിയത്. പയ്യന്നൂർ കോളേജിൽ നിന്നുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പര്യടനം തുടങ്ങിയത്. KSU പ്രവർത്തകർ, മറ്റ് ജീവനക്കാർ എന്നിവർ സ്വീകരിച്ചു. തുടർന്ന് ആണ്ടാങ്കോവിലിൽ സ്വീകരണം നൽകി. പിന്നീട് കുഞ്ഞിമംഗലം, മല്യോട്ട്, പാലോട്ടുകാവിൽ ദർശനം നടത്തി. കോവപ്പുറം, വെങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലും മാടായി കോളേജിലും രാജ്മോഹൻ ഉണ്ണിത്താൻ സന്ദർശനം നടത്തി. മുട്ടം, മൊട്ടാമ്പ്രം, മാട്ടൂൽ സൗത്ത്, ജസീന്ത, മടക്കര, ഇരിനാവ്, മാങ്ങാട്, കീഴറ,
പട്ടുവം, നെരുവമ്പ്രം എന്നിവിടങ്ങളിലും പര്യടനം നടത്തി ചെറുകുന്ന കതിരിവെക്കും തറയിലെ സ്വീകരണ പരിപാടിക്ക് ശേഷമാണ് കണ്ണപുരം റെയിൽവേ മുത്തപ്പൻ മടപ്പുരയിൽ എത്തിയത്. മുത്തപ്പൻ സ്ഥാനാർത്ഥിയെ അനുഗ്രഹിച്ചു. അവസരവും ഭാഗ്യവും തന്നിട്ടില്ല മുത്തപ്പനെ. ഇതുപോലെ ശുഭലക്ഷണത്തിൽ ഇതുപോലെ ആഹ്ലാദിച്ച മുത്തപ്പന് മുമ്പിൽ വന്ന് കാണാൻ സഹായം ഭാഗ്യം ഈ മുത്തപ്പൻ തന്നാപ്പരെ പ്രസാദം കൊടുക്കും. അടയാ കഴിഞ്ഞ 5 വർഷം MP എന്ന നിലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കാസർഗോഡ് മണ്ഡലത്തിൽ നടത്താൻ സാധിച്ചു എന്നും ഇക്കുറിയും മികച്ച വിജയം നേടാനാകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. 2019 ഒരു പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുത്തതിന് ശേഷം കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഈ മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തേണ്ട കാര്യമില്ല. എന്നാലും ഞങ്ങൾ കാസർഗോട്ട് ആദ്യമായി UDFൻ്റെ ഒരു നേതൃയോഗം കൂടി. എന്നിട്ട് ആ നേതൃയോഗം ബ്ലോക്ക് തലത്തിലും മണ്ഡലം തലത്തിലുമാക്കി. അതിനുശേഷം UDF കൺവെൻഷൻ നടത്തി. ഇപ്പോൾ ബ്ലോക്ക് കൺവെൻഷനും മണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞു. ഞാനിപ്പോൾ ഇന്നലെ പയ്യന്നൂരിലും ഇന്ന് കല്യാശ്ശേരിയിലുമായി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോടൊപ്പം ഒരു സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പിന്തുണയും മുത്തപ്പന്റെ അനുഗ്രഹവും തനിക്ക് ഉണ്ടെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥിയോടൊപ്പം KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ, UDF കല്യാശ്ശേരി നിയോജക മണ്ഡലം ചെയർമാൻ NG സുനിൽ പ്രകാശ്, ജനറൽ കൺവീനർ SKP സഖറിയ, മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KB മുഹമ്മദ് അലി ഹാജി, DCC ജനറൽ സെക്രട്ടറിമാരായ K ബ്രിജേഷ് കുമാർ, അജിത് മാട്ടൂൽ, രാജീവൻ കപ്പച്ചേരി, ചന്ദ്രിക സതീഷ് തുടങ്ങിയവരും രാജ്മോഹൻ ഉണ്ണിത്താനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇന്ത്യയിലെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിക്കുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കരിപ്പൂർ ടൗൺ LDFന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. സ്ത്രീകളും ബഹുജനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പ്രകടനത്തിൽ പങ്കെടുത്തു. പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ LDF തൃക്കരിപ്പൂർ ടൗണിൽ നടത്തിയ പ്രകടനത്തിന് LDF നേതാക്കളായ E ബാലകൃഷ്ണൻ, KV ജനാർദ്ദനൻ, TV കുഞ്ഞികൃഷ്ണൻ, TV ബാലകൃഷ്ണൻ, T നസീർ, AG ബഷീർ, EV ഗണേശൻ, VK ചന്ദ്രൻ, MV സുകുമാരൻ, M സജേഷ്, MV രേഖ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ മേഖലകളിലുള്ള സ്ത്രീകളും ബഹുജനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പ്രകടനത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ അങ്കണവാടികൾക്ക് കളി ഉപകരണങ്ങൾ, ഫർണിച്ചറുകൾ, പാചക ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 ലക്ഷം രൂപ ചെലവിൽ നഗരസഭയിലെ 68 അങ്കണവാടികളിലായി കുട്ടികൾക്ക് സൈക്കിൾ, സ്ലൈഡർ, പാചക ആവശ്യത്തിനായി 10 ലിറ്ററിന്റെയും 7 ലിറ്ററിന്റെയും കുക്കറുകൾ, യോഗങ്ങൾ ചേരുന്നതിനായി 10 ഫൈബർ ചെയർ, ഒരു ഓഫീസ് ചെയർ എന്നിവയാണ് വിതരണം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും ഏറെ പ്രിയപ്പെട്ട 13 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അംഗൻവാടികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം പാചകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ കളി ഉപകരണങ്ങൾ, ഫർണിച്ചറുകൾ എന്നിവ അംഗൻവാടികൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പദ്ധതി തയ്യാറാക്കുന്നതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. പയ്യന്നൂർ നഗരസഭയിലെ 68 അംഗൻവാടികളിൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C ജയ, V ബാലൻ, T വിശ്വനാഥൻ, കൗൺസിലർമാരായ KU രാധാകൃഷ്ണൻ, P ലത, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, ICDS സൂപ്പർവൈസർമാരായ AP ചിത്രലേഖ, V വിഭ, അങ്കണവാടി ജീവനക്കാർ, കുട്ടികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണത്തിലൂടെ തന്നെ നമുക്ക് ഏറ്റവും നേരത്തെ ഈ രോഗം കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയുന്ന വിശേഷം ഉൾപ്പെടെ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്ന നിലയിൽ ഇത്തരത്തിലൊരു ബോധവൽക്കരണ ക്ലാസ്സിൻ്റെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന ആരോഗ്യ മേഖലയിൽ നിരവധിയായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ മാതൃകയാക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് ഇവിടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ എത്തിച്ചേർന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ക്യാൻസർ പോലുള്ള പല മാരകമായ രോഗങ്ങളും. വൈസ് പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷനായി.
ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കാർത്തിയായനി, ഡോക്ടർ VC രവീന്ദ്രൻ, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ T രഞ്ജിത് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ TV കൃഷ്ണൻ, JPHN ഉമാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, പാലിയേറ്റീവ് നഴ്സ്, സ്കൂൾ ഹെൽത്ത് നഴ്സ്, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം എന്ന സന്ദേശമുയർത്തി കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ ഘടക സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കുമായി ബോധവൽക്കരണ ബോർഡുകൾ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഘടക സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വിവിധ സ്കൂളുകളിലുമായിട്ട് ഇത്തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ 15 സ്ഥാപനങ്ങളിലാണ് ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം എന്ന ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ബോർഡുകൾ നൽകുന്നത്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന ഒരു തലമുറ ലഹരിക്കടിമപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശോഭ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P കരുണാകരൻ മാസ്റ്റർ, PHM VM ഇന്ദുകുമാരി, JHI CPK ജയന്തി തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ വിമുക്തി കൗൺസിലർ സിനി സെബാസ്റ്റ്യൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് HI VV മനോജ് കുമാർ, ആശാവർക്കർമാർ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ പുഞ്ചക്കാട് കല്ലുമ്മക്കായ കൃഷി വിളവെടുപ്പ് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പ്രകാരം കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ പുഞ്ചക്കാട് പുഴയോരത്ത് ഒരുക്കിയ കല്ലുമ്മക്കായ കൃഷിയുടെ വിളവെടുത്തു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധിയായിട്ടുള്ള ആളുകൾ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരായിട്ട് ഉണ്ട് എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ നാടിനകത്തേക്ക് പല പ്രദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള വിഷാംശമടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത് വാങ്ങി ഉപയോഗിക്കാതെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന മത്സ്യസമ്പത്ത് അത് ഉപയോഗപ്പെടുത്താൻ പാകത്തിൽ നമ്മുടെ നാടിനെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C ജയ അധ്യക്ഷയായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ ടീച്ചർ, വാർഡ് കൗൺസിലർ വസന്ത രവി, ഫിഷറീസ് ഓഫീസർ പ്രഭാഷ് ലാൽ, അക്വാകൾച്ചർ പ്രൊമോട്ടർ തമ്പായി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് നെറ്റ് സീറോ കാർബൺ പഞ്ചായത്ത് ഹരിത കേരള മിഷൻ ജലബജറ്റ് പ്രകാശനവും ഹരിത സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് നെറ്റ് സീറോ കാർബൺ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയ ജലബജറ്റ് പ്രകാശനം കല്യാശ്ശേരി MLA M വിജിൻ നിർവഹിച്ചു. വളരെ വ്യത്യസ്തമാർന്ന പദ്ധതികൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഹരിത കേരള മിഷൻ വഴി വളരെ മാതൃകാപരമായ ഇടപെടലുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഒരുപക്ഷെ നമുക്ക് ഈ ജലബജറ്റിനെ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളത്. അതോടൊപ്പം ഹരിത സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് PP ഷാജിർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ അധ്യക്ഷത വഹിച്ചു. KP നിഷ, EK സോമശേഖരൻ, സുരേന്ദ്രൻ P, PV സജീവൻ, K പത്മിനി, രേഷ്മ പരാഗൻ, K അനിത, T ശോഭ, M സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോറോം ചാലക്കോട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് 37 വർഷത്തെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ സേവനത്തിൽ നിന്ന് വിരമിച്ച M വേണുഗോപാലിന് കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി. നഗരസഭ പ്രതിപക്ഷ നേതാവ് KK ഫൽഗുണൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. കോറോം ചാലക്കോട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് 37 വർഷത്തെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ സേവനത്തിൽ നിന്ന് വിരമിച്ച M വേണുഗോപാലിന് കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK ഫൽഗുനൻ ഉപഹാര സമർപ്പണം നടത്തി ആദരവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. KV മോഹനൻ, TV പുഷ്പ, K പ്രേമൻ, രജനി രമേശൻ, BV ബാബു, അപ്പു കോറോം, ഗോകുൽ ഗോപി,
തുടങ്ങിയവർ സംസാരിച്ചു. വേണുഗോപാൽ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം പുത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര ഉത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. ചെറുതാഴം പുത്തൂർ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിന് തുടക്കമായി. 15 മുതൽ 17 വരെ നടക്കുന്ന ഉത്സവത്തിന് മുന്നോടിയായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. കക്കോണി മുത്തപ്പൻ മടപ്പുരിയിൽ നിന്ന് വാദ്യമേളത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന കലവറ ഘോഷയാത്രയിൽ നിരവധി പേരാണ് അണിനിരുന്നത്. സമാപന ദിവസമായ മാർച്ച് 17 ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനമുണ്ടാക്കും. വൈകുന്നേരം തായമ്പക, ദീപാരാധന, തിടമ്പ് നൃത്തം, തുടർന്ന് തിരുവത്താഴ പൂജ എന്നിവയും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാർത്തിക നാളിൽ എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പൂരക്കളി അരങ്ങേറി. നിരവധി പേർ പൂരക്കളിയിൽ പങ്കാളികളായി. ആസ്ട്രോ പയ്യന്നൂർ, ഏച്ചിലാംവയൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഏച്ചിലാംവയൽ യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രൊഫസർ ടി.പി. ശ്രീധരൻ അനുസ്മരണം മാർച്ച് 16 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ഏച്ചിലാംവയൽ വായനശാലയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുന്നു. 12 കോടിയുടെ പുതിയ പ്ലാന്റ് നിർമ്മിക്കാൻ അനുമതി. പ്ലാന്റ് നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് ആശ്വാസം. നെല്ലിയാട് വയലിൽ നെൽകൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ തുരത്താൻ കർഷക രക്ഷാസേന പ്രവർത്തകർ. കൂടുതലിടങ്ങളിൽ സമാന നടപടി സ്വീകരിക്കും. PMAY ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി. പയ്യന്നൂർ നഗരസഭ 666 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും ഗുണഭോക്തൃ സംഗമവും സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ KV ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. P. ഭാസ്കരന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ 100 പാട്ടുകൾക്ക് ചിത്രഭാഷ്യമൊരുക്കി പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കൂക്കാനം. കേരളത്തിലെമ്പാടും നടത്തുന്ന എക്സിബിഷനിൽ ആദ്യത്തേത് മാർച്ച് 28 കോഴിക്കോട് ലളിതകലാ ആർട്ട് ഗാലറിയിൽ. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.